നമുക്കിനി കണ്ണൂരിലോട്ടൊന്ന് പോവാം. വോട്ടെടുപ്പ് തീർന്നിട്ടും അവിടുത്തെ തർക്കങ്ങൾ ഇപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല. വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂർ പയ്യന്നൂരിൽ ആക്രമണങ്ങൾ തുടരുന്നു. പയ്യന്നൂരിലെ UDF പിന്തുണയുള്ള സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ മതിൽ തകർത്തു. വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന മാതമംഗലം പേരൂർ സ്വദേശി MK നാരായണന്റെ കാർ കത്തിക്കാനും ശ്രമമുണ്ടായി. അക്രമ സംഭവങ്ങളിൽ ADM ജില്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, അക്രമ സംഭവങ്ങൾക്ക് അയവില്ല, ഇന്നലെ മുതൽ തുടങ്ങിയതാണ് കണ്ണൂരിൽ നിന്നുള്ള ഇത്തരം വാർത്തകൾ. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിൽ വ്യാപകമായിട്ട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതില് പയ്യന്നൂരിലാണ് ഇതിന് അവസാനം ഉണ്ടാകാത്തത്. ഇന്നലെ രാത്രിയാണ് രണ്ടിടത്ത് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ഒന്ന് മാതമംഗലം സ്വദേശി നാരായണന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് രാത്രി 12:30 അക്രമികൾ കത്തിച്ചത്. ഈ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി വന്നപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പെരിങ്ങോം പോലീസിൽ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെയ്ക്കും ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. മറ്റൊന്ന്, ഈ വി കുഞ്ഞികൃഷ്ണന്റെ സ്വന്തം സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള കാങ്കോലുള്ള സ്ഥലത്ത്, പയ്യന്നൂർ കാങ്കോലുള്ള സ്ഥലത്ത് അവിടെ കൃഷി നടത്തുകയായിരുന്നു. മഴമറ കൃഷിയായിരുന്നു നടത്തിയിരുന്നത്. ആ മഴമറയും ഒപ്പം തന്നെ ആ കൃഷിയെടുത്ത് സംരക്ഷിച്ചിരുന്ന ഭിത്തിയും നശിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി സംഭവിച്ചതാണ്. ഈ രണ്ട് സംഭവങ്ങളിലും പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയ്ക്കും പ്രതികളെ ഒന്നും പിടികൂടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതിന് പിന്നിലൊക്കെ ഈ CPM CI മധുസൂദനനുമാണെന്നാണ് UDF ആരോപിക്കുന്നത്, വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. എന്തായാലും ഈ അക്രമ സംഭവങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിനൊരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ADMന്റെ അധ്യക്ഷതയിൽ ഒരു സമാധാന യോഗം വിളിച്ച് ചേർക്കാൻ തീരുമാനിച്ചത്. വൈകിട്ട് 4:30 പയ്യന്നൂർ താലൂക്ക് ഓഫീസിലാണ് ഈ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ ജനപ്രതിനിധികളെയും ഒപ്പം തന്നെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെയും ഈ യോഗത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.